സ്കൂളിൽ പോട്ടെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താണെന്നറിയില്ല, മനസ്സിങ്ങനെ പടപെടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഡേ. വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇന്നലെ പോലെ തോന്നുന്നു, ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പോലെ ഉണ്ട്. നമ്മടെ ലിപ്സ്റ്റിക് ഒന്നും ആവില്ല. വരും, നമ്മൾ വേഗം വരും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഡിജിറ്റൽ ഡയറി. കാത്തു നിന്ന് ആ ദിവസം വന്നിരിക്കുകയാണ്, അവ്യൂസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി അവൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫും റൂട്ടീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ ചിരിച്ചോണ്ട് എണീക്കുന്നുണ്ട? ഹാപ്പി അല്ല? നല്ല മൂടല്ല? ഞാനൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കരഞ്ഞൊക്കെയാണ് സ്കൂളിൽ പോയതെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ വെരി സ്മാർട്ടാണ്. ദേ ആർ സോ എക്സൈറ്റഡ് ടു ഗോ ടു സ്കൂൾ. ടൈം ഹസ് ചേഞ്ച്, ജനറേഷൻ ഹസ് ചേഞ്ച്. അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട്. അവ്യൂ സാധാരണ എഴുന്നേൽക്കുന്ന ടൈമിനേക്കാളും മുന്നേ എഴുന്നേറ്റിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റോടെ പറയാണ് ഇന്ന് സ്കൂളിൽ പോകണമെന്ന്. അവൻ്റെ ബേസിക്കായിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പെട്ടെന്നൊരു ക്വിക്ക് ഷവർ എടുക്കാമെന്ന്, എന്നിട്ട് വേണം വിളക്ക് വെക്കാൻ. പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തുള്ളൊരു ജോലി അവ്യൂന്റെ കയ്യിൽ പേരെഴുതി കൊടുക്കണം. ഇത് സ്കൂളിന്റെ ആപ്പാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പാരൻസും ടീച്ചേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ആപ്പ് വഴിയാണ് അവർ നമ്മൾ അറിയിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ അവ്യൂന്റെ പേര് കൈമേൽ എഴുതി കൊടുക്കണം. അവർക്ക് ഇനിയും ID കാർഡ് കൊടുക്കാത്തത് കൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ പേര് എഴുതി കൊണ്ടുപോകാൻ പറയുന്നത്. ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ടീച്ചേഴ്സിനൊന്നും കുട്ടികളുടെ പേര് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാഞ്ഞു പോകുന്നുള്ളൊരു പേടിക്ക് കുറച്ച് കോമ്പാക്ട് പൗഡർ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് ഞാനതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. ആര്? എന്താ ഒറ്റയ്ക്കൊന്നുമില്ല? എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്താലും കഴിക്കില്ല, തനിയും കഴിക്കില്ല. അമ്മു, അതായത് എൻ്റെ അനിയത്തി അവനെ വാരി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഹർ ഡ്യൂട്ടി. വാട്ട്സ് യുവർ നെയിം ചോദിച്ചാൽ എന്താ പറയാ? വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? സുസു ചെയ്യണ്ടിക്കൽ എന്താ പറയാ? ഐ വോണ്ട് ടു ഡു. ഇത് വന്നാല് പോട്ടി ചെയ്യണ്ടിക്കല് ഐ വോണ്ട് ടു ഡു പോട്ടി. പിന്നെ പോയപാട് ഗുഡ് മോർണിംഗ് പറയണോ? ഓക്കെ, എന്താ പറയാ പോയാട്? പോകുമ്പോ ബൈ. ഓക്കെ ഓക്കെ, പോണ്ട തിരക്കാം. അവ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ ക്വിക്കായിട്ടൊന്ന് റെഡിയായി. എന്താണെന്നറിയില്ല, മനസ്സിങ്ങനെ പടപെടാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവനെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഡേ. നമുക്ക് വേണ്ടി കഴിക്കട്ടാ. ലേറ്റാണ് എൻ്റെ സ്കൂളിൽ പോയി. ഉമ്മാനോട് കുടിച്ചപ്പോൾ
മീശ വന്നിട്ടില്ല. മീശ തുടക്കല്ലേ കയ്യിൽ. അമ്മു അവൻ്റെ ഫുഡ് കൊടുക്കുന്ന ആ ടൈം കൊണ്ട് ഞാനും ക്വിക്കായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ ദിവസം എന്നോട് നെയിൽസ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ക്വിക്കായിട്ട് നെയിൽസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കൊടുത്തു. പിന്നെ അവൻ്റെ സ്കൂളിൽ പറഞ്ഞത് ഡയപ്പർ ഇട്ടിട്ട് വരാനാണ്. ഞാൻ എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ബിക്കോസ് അവൻ ഓൾറെഡി ട്രെയിൻഡ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ അവനൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഡയപ്പർ ഇട്ടിട്ട് ക്വിക്കായിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇന്നലെ പോലെ തോന്നുന്നു, ഇന്നലെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുവന്ന പോലെ ഉണ്ട്. ഇത്ര വണ്ണം വെച്ച് നമ്മടെ ലിപ്സ്റ്റിക് ഒന്നും ആവൂല. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ട് ഒരുപാട് പേരെ വീഡിയോ കോൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാവരെയും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ശുഭകാര്യം ചെയ്യുന്നതിന് മുന്നേ മധുരം കഴിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അവിയോന് തൈരിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. തൈര് കണ്ടാലും ബാഗിലെടുത്ത് വേഗം സമയമായി. ഇനി വന്നിട്ട് പൊന്നു ഡ്രസ്സിലൊന്നാക്കല്ലേ, ഡ്രസ്സിലാക്കല്ല. മതി 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 മതി, ഓട് 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 ഓട്, മതി അവിയോ മതി. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ കുറച്ച് കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഞാനിപ്പോൾ പറയാം. സോ അവന് ബേസിക്കലി സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, അവന് പണ്ടേ ഞങ്ങളെല്ലാവരും സ്കൂളിനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഇത്ര ഏജിൽ നീ സ്കൂളിൽ പോകും, നിനക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടും, അവിടെ ഒരുപാട് പഠിക്കാനുണ്ടാവും. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ അവന് ഒരുപാട് ബുക്സൊക്കെ വായിച്ചു കൊടുക്കലുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അവന് സ്കൂൾ ഒരു പേടി സ്വപ്നമല്ല. ഹി ലിറ്ററലി വാസ് എൻജോയിങ് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 ദിവസമായി ആക്ച്വലി അവൻ പോകാൻ തുടങ്ങിയിട്ട്. ആദ്യത്തെ ഒരു ദിവസമുള്ള ചെറിയൊരു കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. ഹി വാസ് ഹാപ്പി. ദിവസം ഞാൻ ചോദിക്കും നിനക്ക് അടുത്ത ദിവസം പോകണമെന്ന്. ഹി വാസ് ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത കാര്യം, സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വലിയ ഫേമസ് ആയ സ്കൂളിൽ ചെറിയ കുട്ടീനെ കൊണ്ടിടുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള സ്കൂളിൽ ചേർക്കുന്നതാണ്. അങ്ങനെ തൊട്ടടുത്ത് നമ്മൾ കൊണ്ടുപോയി ചേർക്കുന്നത് കൊണ്ട് നമുക്കൊരു സമാധാനമായിരിക്കും. എന്തൊരു പ്രോബ്ലം വന്നാലും ഒറ്റൊരു ഓട്ടത്തിന് അവിടെ പോയിട്ട് നമുക്ക് കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, വല്ലാതെ ഒരവസ്ഥയായി പോയി. കരയൂലെന്നെല്ലാം പറഞ്ഞതാ, പക്ഷെങ്കില് ഒന്ന് മാന്തിയതാ, എന്നെ പിടിച്ചതാ, ഇത്രയും ടൈറ്റായിട്ട് പിടിച്ച്. അയ്യോ, എല്ലാവരുടെ ലൈഫിലുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ പോലെ ഉണ്ട്, കരഞ്ഞിട്ടാ പോയെ. അവിടെ നിർത്തിട്ട് ക്ലാസ്. ഇനിയിപ്പോ നാളെ പോകുമെന്ന് അറിയില്ല. ഫ്യൂ ഡേയ്സ് അല്ല എന്തോ കരയൂലെന്ന് പ്രതീക്ഷിച്ചു. വീട് എത്തിയാലും മുകളിൽ മാറി. ഗേറ്റിന്റെ അടുത്ത് നിന്റെ കൈ വെട്ടിട്ട് എനിക്ക് എന്തോ തോന്നി പോവില്ല. അയ്യോ സാരമില്ല, കുറച്ച് നേരമല്ല. ഇനിയിപ്പോ നാളെ പോവില്ല ഉറപ്പാ. ഇതന്നെ അവസ്ഥ അല്ല. ഞാൻ വണ്ടി വെച്ച് അവിടെ ഓൻ പറഞ്ഞ എല്ലാം എനിക്ക് ഓർമ്മ വരുന്നത്. ഹി സെഡ്
നിങ്ങൾ പോടി ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നോളൂ പറഞ്ഞ ഓർമ്മയില്ല പറഞ്ഞു എന്നോട്. ശ്രുതിമമ്മ ഒറ്റക്ക് താഴെ നിൽക്കണ്ട മേലെ പോടുന്നെല്ലാം പറഞ്ഞില്ല അന്നേരം ഉമ്മ വിചാരിച്ചിട്ടുണ്ടോ നമ്മള് ഒപ്പരം നിൽക്കുന്നായിരുന്നു. ഇല്ല, ഓനോട് പറഞ്ഞിന് അറിയില്ല. 1 hour വിൽ കം ബാക്ക്. ഇനിയിപ്പോൾ വഴക്ക് വെക്കുക അല്ലെങ്കിൽ അടി കിട്ടും. നമ്മളെന്തായാലും പുറത്തൊന്ന് പോവല്ല, അപ്പോഴത്തേക്ക് സമയമാവും തോന്നുന്നു. ഇനി വീട്ടിൽ പോകണ്ട, പിക്ക് ചെയ്തിട്ട് പോവല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? ഓ, അത് നേരത്തെ. ഓക്കെ, എന്നാലും മനസ്സിന് ചെറിയൊരു ഭാരമുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കരയുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ, ഐ എം എ സ്ട്രോങ് മോം. ഞാൻ കരയില്ല. ഇനിയിപ്പോൾ 11:30 ഇവിടെ കൊണ്ടുവിട്ടത് 12:30 ആകുമ്പോഴേക്കും കൂട്ടാൻ പോകണം. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആ ഷോപ്പിങ്ങും കൂടി ചെയ്തിട്ട് അപ്പോഴേക്ക് സമയമാകുമല്ലോ. അപ്പോൾ നമുക്ക് വന്നിട്ട് അതിനെ കൂട്ടാം. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഒരാൾക്ക് ഫുള്ള് സങ്കടം, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയിപ്പോയി. വീട്ടിൽ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ പോകാണ്ട് ഇപ്പോൾ 12:10 സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു രാവിലെ മസാല ദോശ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൂട്ടി വന്നിട്ട് മസാല ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു റോഡുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. കാണുന്നില്ല പക്ഷെങ്കിൽ കണ്ട കണ്ണേ കാണുന്നത് അടങ്ങി ഇരുന്നിട്ട് ഭാവിയിലിടുന്നുണ്ട്. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? അങ്ങോട്ട് പോകും. സൂപ്പറാ, ഇഷ്ടപ്പെട്ടിനാ? കുറെ ഫ്രണ്ട്സിന് കിട്ടിയില്ലേ? എന്നാ ഫ്രണ്ട്സിന്റെ പേര്? ഫ്രണ്ടിന്റെ പേരെന്നാ? കുറെ കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടിനാ സ്കൂള്? നോക്ക്, ചോദിക്കട്ടെ സുധമ്മ ചോദിക്കട്ടെ, സ്കൂൾ ഇഷ്ടപ്പെട്ടിനാ? എന്നാ അവിടെ നിന്ന് ഇങ്ങനെ ആവിയിലിടുന്നാണ്ട് അങ്ങ് പോയില്ലേ ക്ലാസ്സിൽ? കുറച്ചു നേരം കൂടി നിൽക്കുന്ന ആരും കരയുന്നതാ? അവര് നമ്മൾ നോക്കുന്നുണ്ടേ, അവിടെ ഇരുന്നിട്ടില്ലേന്നോ? ആ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മൾ പുറത്ത് തന്നെ ഉണ്ടാവുന്നു, കുറച്ചു നേരം പോകുന്നു. എന്തൊക്കെ ചിരിയൊന്നും വരാതെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നമുണ്ടോ? എല്ലാം ഇഷ്ടമായിനാ? ഒരു പറയുന്നത് നല്ല മോന കരഞ്ഞിട്ടൊന്നുമില്ല, സൈലന്റ് ചെയ്തു. കുറച്ചേരം കരഞ്ഞേ? എന്തിനാ കരഞ്ഞേ? ഞാൻ വീഡിയോ എടുത്തോണ്ടോ കരഞ്ഞേ? എല്ലാണ്ട് വിട്ടിട്ട് പോയിട്ടല്ല, വീഡിയോ എടുത്തോണ്ട്. ഓക്കെ, ഒരു പറഞ്ഞു ഗുഡ് ബോയാ പറഞ്ഞു. നാളെ വരുവാ? എല്ലാരും ഇഷ്ടപ്പെട്ടിനാ? ഫ്രണ്ട്സ് എല്ലാം ഉണ്ടോ? അഭിയൊക്കെ നോക്കിനോറ്. ഇത് എത്ര ഫ്രണ്ട്സിനെ കിട്ടീന്? എത്ര ഫ്രണ്ട്സിനെ കിട്ടീന്? 4 കിട്ടീനാ? എന്നാ പേര്? ഡെയിലി സ്കൂളിൽ വരുവാ ഇനി? അല്ല, ഉള്ളിൽ അങ്ങ് പോയിട്ടില്ല. എന്നിട്ട് എന്നാ ചെയ്ത്? ചേറലാടെ എടുത്തു തിന്നാ? പഠിക്കാൻ തന്നിട്ടില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ഒന്നും ഉണ്ടാവും. Home. You said you want to go to home. He said he wants to go to home. എന്ത് പറഞ്ഞേ? കളിച്ചിനാ? ഇത്ര സമയല്ലേ നമ്മൾ വന്നേരം അവിടെ ഇരുന്നതാണല്ലോ കണ്ട്, കളിക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. അടുത്ത ടോയ്സ് ഒന്നും എടുത്ത് കളിച്ചിട്ടില്ല? ബാഗ് കഴിച്ചിട്ടേ ഇല്ല. ബാഗ് കഴിച്ചിട്ടില്ല? വെള്ളം കുടിച്ചിട്ടില്ല? സാരമില്ല. ഇനി ഒരു ലഞ്ച് ബ്രേക്ക് എന്തേലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ. അവനിപ്പോ എന്നാ നമുക്ക് മസാല ദോശ വേണോ കഴിക്കേ? വേണ ജ്യൂസ് മസാല ദോശ തിന്ന്
ഓ അവൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അവൻ്റെ ഫേവറേറ്റ് മസാല ദോശയും നൂഡിൽസും വാങ്ങി കഴിക്കാൻ. അങ്ങനെ അഭ്യൂട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയി അല്ലേ? ഹാപ്പിയാ? സ്റ്റാർട്ടിങ്ങിൽ കയറി പിന്നെ ഹാപ്പിയാ? ഇപ്പം ഹാപ്പിയാ? നാളെ പോകും സ്കൂളിൽ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് വരുന്ന ടൈം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. അവനും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ നെവർ എൻഡിങ് ടോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലെ വിശേഷങ്ങൾ. ഹാപ്പി എൻഡിങ് ആയിരുന്നു. ഞാനും ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ us. ഇനി ഇടയ്ക്ക് അവൻ്റെ സ്കൂൾ റൂട്ടീനും ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബൈ സബ്സ്ക്രൈബിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.